വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ 5ാം ക്ലാസ്സില് 4ാമത്തെ ചാപ്റ്റർ ആണ് പാർട്സ് ആൻഡ് ഹോൾസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു കൺസെപ്റ്റ് ആണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. സംഭവം ചെറുതാണെങ്കിൽ കൂടി ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ കൂടി എന്താണ് ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരാൾ തന്നെയാണ് നമ്മളുടെ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മിസ് ഇന്ന് പറയാൻ പോകുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. റെഡി? അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരാം. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ പാർട്ട് ഓഫ് എ ഹോൾ. ഇതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് എ ഹോൾ. ഹോൾ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ നോക്കുക, മിസ്സിന്റെ കയ്യിൽ ഇവിടെ ഒരു പിസ്സ ഉണ്ട്. നമുക്കൊക്കെ പിസ്സ ഇഷ്ടമാണല്ലേ. അപ്പൊ മിസ്സിന്റെ കയ്യിൽ ഇവിടെ എന്താണ്? ഒരു പിസ്സ ഉണ്ട്. ഈ പിസ്സേനെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? 8 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി, 1 2 3 4 5 6 7 8 മൊത്തം 8 പാർട്സ് ആക്കി മിസ് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അപ്പൊ ഈ 8 എന്ന് പറയുന്നത് മൊത്തം പിസ്സയാണ് അല്ലേ. മൊത്തം പിസ്സേനെ the whole pizza is divided into 8 equal parts. ഈക്വൽ എന്ന് പറയുന്നത് കോട്ട് ചെയ്ത് വെക്കുക. ഈ പിസ്സയെ, നമ്മൾ ഈ കാണുന്ന ഈ പിസ്സയെ നമ്മൾ എന്ത് ചെയ്തു? 8 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു. മൊത്തം പിസ്സേനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് 8 ഈക്വൽ പാർട്സ് ആയിട്ട്. റെഡി? ആ പിസ്സയിൽ നിന്ന് ഒരു പീസ് മിസ് കഴിച്ചു. ഒരു പീസ് മിസ് കഴിച്ചു. 1 part I ate. 1 part out of 8. ഒരു കഷ്ണം ഞാൻ എടുത്തു. I took a part. 1 part അല്ലേ. ഞാൻ ഒരു പാർട്ട് എടുത്തു. അപ്പൊ എത്ര പാർട്ടാണ്? ഒരു പാർട്ട് ഞാൻ എടുത്തു. ഔട്ട് ഓഫ് ദ ഹോൾ. ഹോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 പീസ്. ഈ 8 എണ്ണത്തിൽ നിന്ന് മിസ് ഒരു പീസാണ് എടുത്തത്. സോ ദ ഫ്രാക്ഷൻ ഹിയർ ഇസ് 1/8. 1/8. ഇതാണ് ഇവിടുത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ എത്ര പീസ് എടുത്തു ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് പീസസ്. ഇതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/8. ഇത് മക്കൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഫ്രാക്ഷനിൽ മുകളിലിരിക്കുന്ന ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ. മുകളിലിരിക്കുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ. താഴെയുള്ള നമ്പറിനോ? ഡിനോമിനേറ്റർ. താഴെയുള്ള നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിനോമിനേറ്റർ. ഇനി ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ലൈൻ ഉണ്ട്, ഇതിനെ വിളിക്കുന്ന പേരാണ് വിനിക്കുലം. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ക്ലിയർ, കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചെയ്തു നോക്കാം. മിസ്സിന്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ബാർ ഉണ്ട്. നമ്മളുടെ ഡയറി മിൽക്ക് ഒക്കെ വാങ്ങുന്ന സമയത്ത് മക്കൾ കണ്ടിട്ടുണ്ടാവും കുറെ കുറെ കുഞ്ഞു കുഞ്ഞു സ്ക്വയറുകൾ അല്ലെ. ആരോടാ ഞാനീ പറയുന്നേ? ഡയറി മിൽക്ക് അറിയാത്ത ആരുണ്ടാവില്ല അല്ലേ. അപ്പൊ ഈ ഡയറി മിൽക്കിലൊക്കെ നമുക്കറിയാം കുറെ കുഞ്ഞു 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 കട്ടകളാണ്. ഒരേ സൈസും ഒരേ വണ്ണും ഉള്ള കുറെ കുഞ്ഞു കുഞ്ഞു കട്ടകൾ യോജിപ്പിച്ച് വെച്ചതാണ് നമ്മളുടെ ഡയറി മിൽക്ക്. അപ്പൊ മക്കളെ, ഇവിടെ ഒരു ഡയറി മിൽക്ക് ഉണ്ട് നോക്കിയേ. ഇതാണ് മിസ്സിന്റെ കയ്യിലിരിക്കുന്ന ഡയറി മിൽക്ക്. ഇതിനെ 1/4 മിസ് എടുക്കുക. ഇതിന്റെ 1/4 മിസ് എടുക്കുവാണ്. ഈ 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/4. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ്. 1/4. 1/4 എന്ന് പറഞ്ഞാൽ 1/4. ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് എന്താ? മൊത്തമുള്ള ഈ ചോക്ലേറ്റ് ബാറിനെ നമ്മൾ എത്ര കഷ്ണാക്കി മുറിക്കണം? എത്ര കഷ്ണാക്കി മുറിക്കണം? 4 കഷ്ണമാക്കി മുറിക്കണം. ഈ ടോട്ടൽ ചോക്ലേറ്റ് ബാറിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്ത് അതിൽ നിന്നും ഒരു പാർട്ട് ഞാൻ എടുക്കും. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ 4 ഈക്വൽ പാർട്ടാക്കി കട്ട് ചെയ്യാം. റെഡിയാണോ? 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, 12 പീസസ് ആണുള്ളത് അല്ലേ. അപ്പൊ മിസ് ഇതാ ഇതിനെ 4 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്ത് ശരിയായില്ല. ഓക്കെ ഓക്കെ, ഇതാ 4 ഈക്വൽ പാർട്സ് ആയില്ലേ? നോക്കിയേ, 1 2 3 1 2 3 1 2 3 1 2 3. യെസ്, 4 ഈക്വൽ പീസസ് ആയിട്ട് മിസ് കട്ട് ചെയ്തു. അപ്പൊ എത്ര പീസ് മിസ്സിന് കിട്ടി? മിസ്സിന് കിട്ടിയത് 3 പീസ്. 3 പാർട്ട് അല്ലെങ്കിൽ 3 പീസസ്.
3 pieces. ശരിയല്ലേ? അതായത് 1/4 എന്ന് പറഞ്ഞ ഈ ചോക്ലേറ്റ് ബാറിന്റെ 1/4 എന്ന് പറയുന്നത് 3 pieces ആണ്. ശരിയല്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. 1/3. ഈ ചോക്ലേറ്റിനെ 1/3 ആക്കി കട്ട് ചെയ്യണം. 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/3. ഈ ചോക്ലേറ്റിനെ 3 ഈക്വൽ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അതിലൊരു പീസ് ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ നിങ്ങൾക്ക് തരുവാണ്. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? 3 ആക്കി ഡിവൈഡ് ചെയ്യണം അല്ലേ? 3 ആക്കി മിസ് ഡിവൈഡ് ചെയ്യാൻ പോവാണേ. ശ്രദ്ധിച്ചോളെ. 1, 2, 3. മിസ് കറക്റ്റ് ആയിട്ട് 3 ആയി ഡിവൈഡ് ചെയ്തില്ലേ? നോക്കൂ. 1, 2, 3. നോക്കിയേ, 3 ഈക്വൽ പാർട്സ് അല്ലേ? ഇതാ, ഇത് 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. 3 ഈക്വൽ പീസസ് ആയിട്ട് മിസ് കട്ട് ചെയ്തു. ഇതിൽ എന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു പീസ് മിസ് എടുക്കുക. അതാ, ഈ ഒരു പീസ് മിസ് എടുക്കുക. അതിൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടോ നോക്കിയേ? 1, 2, 3, 4. 4 പീസസ് ആണുള്ളത്. 4 പീസസ് അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രാക്ഷൻ. ഇതാണ് 1/3 എന്ന് പറയുന്നത്. അതേപോലെ നേരത്തെ കേസിൽ ഇതാണ് നമ്മളുടെ 1/4 എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ 1/3 എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് നോക്കുക. 1/6. 1/6 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ചോക്ലേറ്റ് ബാറിനെ 6 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു. അതിൽ നിന്ന് ഒരു പാർട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, ഇതിനെ 6 ഈക്വൽ പാർട്ട് ആക്കാൻ പോവാണേ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. 1, 2, 3 ഈക്വൽ പാർട്സ് ആക്കി. ഇനി നടുവിലൂടെ വരയ്ക്കാം. അപ്പൊ എത്ര പാർട്ടായി നോക്കൂ? 1, 2, 3, 4, 5, 6 ഈക്വൽ പാർട്സ് ആക്കി. ഇതിൽ നിന്നും ഒരു പാർട്ട് നമ്മൾ അങ്ങ് എടുക്കും. ഈ കാണിച്ചിരിക്കുന്നതാണ് 1/6. റെഡി? അതിൽ എത്ര പീസുകളുണ്ട്? 2 പീസുകളുണ്ട്. 2 പീസുകൾ ചേർന്നാൽ 1/6 ആണ്. റെഡി? ഇങ്ങനെയാണ് മക്കളെ ഫ്രാക്ഷൻസിനെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എല്ലാത്തും, അതായത് ഫ്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ അത് അപ്പം തന്നെ എന്ത് ചെയ്യുക? പിക്ചോറിക്കലി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രാക്ഷനിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. അപ്പൊ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കമന്റ് ആയിട്ട് താഴെ പറയുക. ഏത് ചാപ്റ്റർ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ചാപ്റ്ററിൽ ഇന്ന പോർഷൻ മിസ്സേ കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് പറയുക. അതിനുള്ള സൊല്യൂഷൻസുമായിട്ട് മിസ് വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. ബൈ എവ്രിവൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ.